ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാരാസ് റെസിപ്പീസ്. അപ്പം ഇന്ന് ഇവിടെ ഞാൻ വറുത്തരച്ചിട്ട് നമ്മുടെ പച്ചക്കായിട്ട് വറുത്തരച്ച ബീഫ് കറിയാണ് ചെയ്ത് കാണിക്കാം. അപ്പം അതിനായിട്ട് ഒരു 1/2 കിലോ ബീഫ് ഞാൻ നമ്മളുടെ കഴുകി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട്. ഇനി അതിലേക്ക് കുറച്ച് സവാള, ഒരു 2 സവാള ഞാൻ നമ്മളുടെ നേരിയായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളകും ഒരിത്തിരി ഒരു 1-1.5-2 ഇഞ്ചി കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചതച്ചിട്ടാണ്. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. നന്നായിട്ട് അതൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. എല്ലാ ഇറച്ചിയും നമ്മളുടെ സവോള അതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചില ഇതിൽ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല, അത് കുക്കറിന്റെ ഒരു ഇതനുസരിച്ചിട്ടിരിക്കും. ഇനി ഒരു 20-25 മിനിറ്റ് നമുക്കൊന്ന് അത് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇനി ഒരു കടായിലേക്ക് ഞാൻ ഒരു 1/2 മുറി തേങ്ങ ചിരവി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കഷ്ണം സവോള, ഇത് നമ്മളുടെ ചെറിയുള്ളിയാണ് കേട്ടോ ബെസ്റ്റ്. ചെറിയുള്ളി ആണെങ്കിൽ ഒരു 3-4 ചെറിയുള്ളി ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സവോളയിലാണ് ഇത് ചെയ്യണത്. അതിലേക്ക് ഒരു 1/4 മുതൽ ഒരു 1/2 ടീസ്പൂൺ ഞാൻ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത്, ഒരു തണ്ടില്ല, ഒരു 1/2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1-1.5 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകമാണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ജീരകം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വലിയ ജീരകമാണ്. അതുപോലെ ഒന്ന് അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളർ ആവട്ടെ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടി. അത് മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ട് വേണം കേട്ടോ, കാരണം നമ്മൾ ആദ്യം പച്ചമുളക് ചേർത്തിട്ട് പ്ലസ് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പം അതുകൂടെ ചേർത്തിട്ട് അതൊന്ന് തണുക്കാൻ വെക്കാം. ഇനി തണുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇനി ഒരു കടായിലേക്ക് ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 സവോള നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്, അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, വേഗം ഒന്ന് വഴന്ന് കിട്ടാനാണ്. അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വേവിക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താണെങ്കിൽ കൂടെ നമ്മൾ ഇത് താളിക്കുമ്പോൾ കൂടെ കുറച്ച് ചേർത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 മുതൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ആ പച്ചമണം എല്ലാം മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ബീഫ് അത്ര അങ്ങോട്ട് നല്ല എന്താ പറയുക മൂത്തതല്ല, കുറച്ച് ഇളയതായിട്ടുള്ള ഒരു ബീഫായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി, 10-20 മിനിറ്റിൽ വെന്ത് കിട്ടി. അപ്പം നിങ്ങൾ ഇറച്ചിയുടെ വേവ് അനുസരിച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഇനി അതിലേക്ക് പച്ചക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വേറൊന്നും ചേർക്കാൻ കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ മറ്റേ
തേങ്ങ വറുത്തതിനകത്തോട്ട് മുളക് പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ട്, കുരുമുളകൊക്കെ. അപ്പം അതുകൊണ്ട് ഇതിൽ നമ്മൾ എരിവ് ചേർക്കണില്ല. ജസ്റ്റ് നമ്മൾ സവോളയും വേപ്പിലയും വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇറച്ചിയും ഈ പച്ചക്കായും ചേർത്ത് കൊടുക്കണ്ട. ഇറച്ചി വേവിച്ചതും പച്ചക്കായും കൂടി ചേർത്ത് കൊടുക്കണ്ട. ഇറച്ചി ഉപ്പിൽ വേവിച്ചതാണ്. പകുതിയോളം നമ്മളുടെ കായ ഒന്ന് വെന്ത് വന്നിട്ട് വേണം അരപ്പിട്ട് കൊടുക്കും. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാൻ വെക്കാനായിട്ട്. പകുതി ഒന്ന് വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അരപ്പിടുമ്പോൾ ആ അരപ്പിൻ്റെ ടേസ്റ്റ് കൂടെ നമ്മുടെ പച്ചക്കായയിൽ പിടിക്കും. അപ്പം എന്നിട്ട് നന്നായിട്ട് വേഗണം വരെ ഒന്ന് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പം ആ മിക്സഡ് ജാറൊന്ന് കഴുകി ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ഇച്ചിരി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി, അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. കുറച്ച് വെളിച്ചെണ്ണ കൂടെ തൂക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി മൂടിയിട്ടിട്ട് ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ ഒന്നുകൂടെ തിളച്ച് നന്നായി ഒന്ന് വെന്ത് കിട്ടട്ടെ പച്ചക്കായ നമ്മൾ. അപ്പൊ ഇവിടെ നമ്മളുടെ പച്ചക്കായ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് റെഡിയായി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പം, എന്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഇത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.